മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കിഴക്കേ കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമായി. അവർ ഭവനത്തിൽ പ്രവേശിച്ചു ശിശുവിനെയും അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ജ്ഞാനികൾക്ക് നേരത്തെ തന്നെ പ്രവാചകൻ മുഖേന ലഭിച്ചതനുസരിച്ച് നക്ഷത്രം വഴി കാണിച്ച് ഉണ്ണി യേശുവെ കാണാൻ അവസരം ലഭിച്ചു. യേശുവിൻ്റെ ജനനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ ക്രൈസ്തവരും ക്രിസ്തുമസ് ആഘോഷിക്കുകയും ചെയ്യുന്നു. നന്ദി. പുത്രം പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിൽ അളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിൽ അളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്.